ഗൈസ് ഇപ്പൊ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത്രയും ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് എനിക്കിപ്പോഴും അറിയില്ല. സമയം നോക്കിപ്പോൾ 11 മണി ആയിട്ടുണ്ട് രാത്രി. ഇന്ന് ഉത്രാടാണ്, നാളെ തിരുവോണം, ഓണാണ്. അപ്പം എവിടുന്ന് തുടങ്ങണം എന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് നമ്മുടെ മേമിന്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ നാളത്തേക്ക് വേണ്ടിയുള്ള പരിപാടികൾക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. തിരുവോണം അല്ലേ, ഓണാണല്ലോ. അപ്പൊ ഓണത്തിന്റെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം വാളവേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വയനാട് ആന്റിക്ക താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്റെ വ്ളോഗും വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എനിക്ക് 2 മക്കളാണുള്ളത്. അതിനകത്ത് മൂത്ത ആളെ ഇന്ന് 16 വയസ്സായിട്ടുള്ള കൊച്ച. അപ്പൊ ആ കൊച്ചിനെ ഇന്ന് ഒരു ഗ്യാങ്, +1 പഠിക്കുന്നത്, ഒരു ഗ്യാങ് കൂടിയിട്ട് ഇന്ന് അറ്റാക്ക് ചെയ്തു. അത് അതെന്തിനാന്നറിയോ? ഇവരുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ആരൊക്കെ എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കോ എന്തൊക്കെയൊക്കെയോ ചെയ്തു. അപ്പൊ അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ അച്ഛൻ ഇറങ്ങി ചെന്ന് ചോദിച്ചു എന്താ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോഴേക്കും ഉണ്ട് അവന്റെ അച്ഛനെ തല്ലി. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി ഇവൻ ഇറങ്ങിയപ്പം ഇവനെ ഈ കുറെ ആൾക്കാർ കൂടിയിട്ട് കുനിച്ചു നിർത്തി ഇടിക്കുകയും മൃഗീയമായിട്ട് ഉപദ്രവിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഉപദ്രവിച്ചു. എന്റെ ആന്റീനെ അവര് തല്ലി. അങ്ങനെ ഇവരെ 3 പേരെയും കൂടെ ഏതൊക്കെ കുറെ ആൾക്കാർ വന്ന് തല്ലിയിട്ട് പോയി. എന്റെ കേസ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്, നമ്മളൊക്കെ താമസിക്കുന്നത് വെള്ളരിക്ക പട്ടണത്തിലാണോ? ആർക്കെങ്കിലും എന്ത് വേണമെങ്കിലും നമ്മളെ ചെയ്യാം, അതാണോ നമ്മുടെ ജീവനുള്ള ആകെ ഒരു ഇത്? ശരിക്കും നിയമവും അതുപോലെ തന്നെ ശരിക്കും ഉള്ളത്. ഇപ്പം പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് എന്ത് കഷ്ടം ഇത്. ഇപ്പൊ അവന് തീരെ വയ്യാതിരിക്കും. ഞങ്ങളിപ്പോ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോള് വിളിച്ചിട്ട് ഒരു വണ്ടി പോലും കിട്ടുന്നില്ല. ഇവിടുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു വണ്ടിയില്ല, പ്രത്യേകിച്ച് നാളെ ഓണവും കൂടിയാ. അപ്പൊ ഇങ്ങനെ എന്തും ആരെയും ചെയ്യാം. അപ്പൊ ഈ ചെയ്തവർക്ക് അങ്ങനെയല്ലേ, നിയമം ഒന്നുമല്ല, എനിക്ക് ആരെ എന്തും ചെയ്യാം, ഏതോ ആൾക്കാരെ എന്തും ചെയ്യാന്നുള്ള രീതി ആയതുകൊണ്ടല്ലേ അവരങ്ങനെ മൃഗീയായിട്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തും ചെയ്യാന്നാണോ? നമ്മളെന്തും ആർക്കും എപ്പോ വേണമെങ്കിലും നമ്മളെ ആർക്കും തോന്നുന്ന പോലെ വന്ന് നമ്മുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഇവിടുത്തെ നിയമം, അതാണ് ഇവിടുത്തെ സേഫ്റ്റി.